നമ്മുടെ ഇന്നത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മൾ ഓരോരുത്തരും ഒരു പരാജയമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നോ ഡിസ്റെസ്പെക്ട് ടു എനി വൺ. ഒരു ടീച്ചേഴ്സിനോടോ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനോടോ ഒന്നും ഒരു ഡിസ്റെസ്പെക്റ്റും പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. ബട്ട് ദ കറണ്ട് എഡ്യൂക്കേഷൻ സിസ്റ്റം ഇൻ ഇന്ത്യ ഇസ് മേക്കിംഗ് അസ് എ ഫെയിലിയർ. കോടാനക്കോടി കുട്ടികളുടെ, വിദ്യാർത്ഥികളുടെ, യുവാക്കളുടെ, മനുഷ്യന്മാരുടെ ലൈഫ് ഇന്ന് ഡേഞ്ചറിലാണ്. ഈ എപ്പിസോഡ് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ചിലപ്പോൾ ഒരു വിദ്യാർത്ഥി ആയിരിക്കാം, ചിലപ്പോൾ ഒരു വർക്കിംഗ് പ്രൊഫഷണൽ ആയിരിക്കാം, ചിലപ്പോൾ ഒരു രക്ഷിതാവായിരിക്കാം, ചിലപ്പം ഈ പറഞ്ഞ ആരെങ്കിലും അറിയുന്ന ഒരു മനുഷ്യനായിരിക്കാം. ആരാണെങ്കിലും ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്കൊരു റിലേറ്റബിൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും കാര്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുമെന്ന് തോന്നുകയാണെങ്കിൽ പ്ലീസ് ഷെയർ ഇറ്റ് വിത്ത് സംവൺ. മാത്രമല്ല, ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ദിസ് കുഡ് ബി വൺ ഓഫ് ദ ബെസ്റ്റ് എപ്പിസോഡ് ഓഫ് ദിസ് ഇയർ, അഥവാ ഇറ്റ് കുഡ് ബി ദ വേർസ്റ്റ് എപ്പിസോഡ് ഓഫ് ദിസ് ഇയർ എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ ഈ എപ്പിസോഡ് നിങ്ങൾ ലാസ്റ്റ് വരെ കേട്ടിട്ട് നിങ്ങൾ തന്നെ ഒരു ജഡ്ജ്മെൻറ്റ് എടുക്കണം എന്നും കൂടി ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. മാത്രമല്ല, ഇന്നത്തെ വീഡിയോ ആക്ച്വലി ഒരു സ്പോൺസേർഡ് വീഡിയോ ആണ്. ദിസ് എപ്പിസോഡ് ഇസ് സ്പോൺസേർഡ് ബൈ ടേക്കിംഗ് ഓഡിയോ. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് തുടർന്ന് പറയാം. സോ റോൾ ദ ഇൻട്രോ. ഓർമ്മ വെച്ച കാലം തൊട്ട് നമ്മൾ ഓരോരുത്തരും കേട്ടിട്ടുണ്ടാവുന്ന, അല്ലെങ്കിൽ ഇന്നും ഒരു വ്യത്യാസമില്ലാതെ പലരും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഡയലോഗായിരിക്കും SSLC വരെ 10ാം ക്ലാസ് വരെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നൊന്നും ചിന്തിക്കാനില്ല എന്നുള്ളത്. 10ാം ക്ലാസ് കഴിയുമ്പോഴായിരിക്കും നമ്മളോട് പറയുന്നത് +1 കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈഫ് സെറ്റാണ്, പിന്നൊക്കെ എളുപ്പമായിരിക്കും എന്നുള്ളത്. +2 കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കും ഓക്കെ നമുക്കൊരു ഡിഗ്രി ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ജോലി കിട്ടും എന്നുള്ളത്. ഡിഗ്രിയും കഴിഞ്ഞ് ഒരു പണിയില്ലാതിരിക്കുന്ന സമയത്തായിരിക്കും നമ്മളോട് പറയുന്നത് PG എടുത്തു കഴിഞ്ഞാൽ ജോലി സാധ്യത കൂടും, നല്ല ശമ്പളം കിട്ടും, നല്ല ലൈഫായിരിക്കും എന്നുള്ളത്. PGയും കഴിഞ്ഞിട്ട് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും മേ ബി ഒരു PhDയോ ചിലപ്പോൾ ഒരു ഡിപ്ലോമയോ ചിലപ്പോൾ ഒരു സർട്ടിഫിക്കേഷനോ കൂടെ കഴിഞ്ഞാൽ നല്ല ജോലി, നല്ല ശമ്പളം, നല്ല ഉയർന്ന പദവികളൊക്കെ വരുന്നുള്ളത്. പക്ഷേ ഇന്ന് ഈ എപ്പിസോഡ് കേട്ടുകൊണ്ടിരിക്കുന്ന, കണ്ടുകൊണ്ടിരിക്കുന്ന എത്ര പേര് ഗ്രാജുവേറ്റ്സ് ഉണ്ടെന്നുള്ളത് നിങ്ങളും ചിന്തിച്ച് നോക്കുക. നമ്മളൊക്കെ ആക്ച്വലി മണ്ടന്മാരാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇനി പറയാൻ പോകുന്ന ഒരു കാര്യം നമ്മൾ ഓരോരുത്തരെയും ചിലപ്പം പറഞ്ഞാൽ ഞെട്ടിച്ച് കളയും. കാരണം നമ്മുടെ എപ്പോഴും എംപ്ലോയ്മെൻറ്റ് റേറ്റ് എന്നുള്ളൊരു കാര്യം എന്നും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംഭവമാണ്. ഇന്ത്യയിലെ 2021 അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് എന്നുള്ളത് 7.9% ആണ്. മാത്രമല്ല ഏറ്റവും കൂടുതൽ സാക്ഷരതയിൽ ലിറ്ററേറ്റ് ആയിട്ടുള്ള ആൾക്കാരുള്ള കേരളം എന്ന് പറയുന്ന ഇവിടെ 2021 അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് എന്നുള്ളത് 6.69% ആണ്. ഇതൊക്കെ ചെറിയ നമ്പർ അല്ലേ? ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ബിഗർ വൺ. വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ മണ്ടന്മാരാണെന്ന് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇന്ത്യയിൽ 2021 കണക്ക് പ്രകാരം ഗ്രാജുവേറ്റഡോ അതിന് മുകളിലോ വിദ്യാഭ്യാസം ഉള്ളവരുടെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് എന്നുള്ളത് 19.4%. ഓക്കെ, നേരെ മറിച്ച് 10ാം ക്ലാസ് വരെയോ 12ാം ക്ലാസ് വരെയോ 10 to 12th വരെ വിദ്യാഭ്യാസം ഉള്ളവരുടെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് എന്നുള്ളത് 10.3%. കഴിഞ്ഞിട്ടില്ല. 6ാം ക്ലാസ് തൊട്ട് 9ാം ക്ലാസ് വരെ വിദ്യാഭ്യാസം ഉള്ളവരുടെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് എന്നുള്ളത് 1.5% ആണ്. നേരെ മറിച്ച് 5ാം ക്ലാസ് വരെ ഉള്ളവരുടെ 1 തൊട്ട് 5 വരെയുള്ളൊക്കെ വിദ്യാഭ്യാസം ഉള്ളവരുടെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് എന്നുള്ളത് വെറും 0.7% ആണ്. എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയൊരു കാര്യം എന്ന് വെച്ചാൽ, ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്തവരുടെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് എന്നുള്ളത് 0% ആണ്. ഇതൊക്കെ പറയുന്നത് എന്താ? നമ്മുടെ ഇന്നത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം, അഥവാ ഈ ഡിഗ്രി എടുക്കുക, ഗ്രാജുവേഷൻ എടുക്കുക എന്നുള്ള ഈ ഒരു കോൺസെപ്റ്റ് നമ്മളെയൊക്കെ മണ്ടന്മാരാക്കുകയാണ്, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ലൈഫിൽ ഒരു കുറേ വർഷങ്ങൾ വേസ്റ്റ് ആക്കുകയാണ് എന്നുള്ളൊരു ഇടത്തേക്കല്ലേ മേ ബി. ചിലപ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കാറുള്ളൊരു കാര്യമാണ്, നമ്മുടെ ഈ എംപ്ലോയ്മെൻറ്റ് റേറ്റ് ഒക്കെ പറയുമ്പം മൊത്തത്തിലുള്ള എംപ്ലോയ്മെൻറ്റ് റേറ്റ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഓരോ കോഴ്സ് നമ്മൾ ചെയ്യുന്നതിന് മുന്നേ ചോദിക്കാറുണ്ട് ഇതിനൊക്കെ സ്കോപ്പ് ഉണ്ടോ, അല്ലെങ്കിൽ ഇത് പഠിച്ച ജോലി കിട്ടുമോ എന്നുള്ളതൊക്കെ. അതിലേക്ക് അടക്കാം. മൊത്തത്തിൽ ഇന്ത്യയിലുള്ള എംപ്ലോയ്മെൻറ്റ് റേറ്റ് ഓഫ് ഗ്രാജുവേറ്റ്സ്, അതായത് ഗ്രാജുവേഷൻ കഴിഞ്ഞവരുടെ എംപ്ലോയ്മെൻറ്റ് റേറ്റ് എന്നുള്ളത് ഇന്ത്യയിലത് ടോട്ടൽ 2020 കണക്ക് പ്രകാരം 26%. വെറും 26% ഗ്രാജുവേറ്റ്സ് മാത്രമാണ് എംപ്ലോയിഡ് ആവുന്നത്. മാത്രമല്ല, എൻജിനീയറിംഗ് നമ്മളെപ്പോഴും സംസാരിക്കാറുണ്ട് അല്ലേ? എൻജിനീയറിംഗ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരുടെ ഗ്രാജുവേറ്റ്സിൻ്റെ ഹയറിംഗ് പെർസെൻറ്റേജ് എന്നുള്ളത് 31% മാത്രമാണ്. മാത്രമല്ല, MBA കഴിഞ്ഞവരുടെ അല്ലെങ്കിൽ കഴിഞ്ഞിറങ്ങുന്നവരുടെ അവരുടെ എന്താ പറയുക എംപ്ലോയ്മെൻറ്റ് റേറ്റ് എന്നുള്ളത് 55%. നേരെ മറിച്ച് നമ്മളിപ്പോഴും പറയുന്നത് ഡോക്ടർ ആണെങ്കിൽ ഒക്കെ സെറ്റാണ്, ഒരു കുഴപ്പമില്ല. നേരെ മറിച്ച് ഏതൊരു പോയിന്റ് എടുത്തു നോക്കിയാലും കണക്ക് പ്രകാരം പറയുന്നത് അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം ഇന്ത്യയിൽ 1.5 ലക്ഷം ഡോക്ടേഴ്സ്, യങ് ഗ്രാജുവേറ്റ്സ്, ഫ്രഷ് ഗ്രാജുവേറ്റ്സ് ഒരു പണിയില്ലാതെ വീട്ടിലിരിക്കേണ്ടതെന്നുള്ളതാണ്. വാട്ട് ഈസ് ദിസ് ഓൾ അബൌട്ട്? എന്താണ് ഇവിടെ പ്രശ്നം? വിദ്യാഭ്യാസം ഇല്ലാത്തതാണോ, അതോ എഡ്യൂക്കേഷൻ സ്കൂൾസ് ഇല്ലാത്തതാണോ, അതോ കോളേജസ് ഇല്ലാത്തതാണോ, അതോ പഠിക്കാത്തതാണോ? എന്താണ് ഇവിടെ പ്രശ്നം? ഐ വുഡ് സേ ഫ്രാങ്ക്ലി, എൻ്റെ ഒരു 2.5-3 വർഷത്തെ എൻ്റെ ഒരു റിസർച്ച്, അല്ലെങ്കിൽ എൻ്റെ ഒരു അറിവ് പ്രകാരം, അല്ലെങ്കിൽ എൻ്റെ ഒരു മനസ്സിലാക്കൽ, തിരിച്ചറിവ് പ്രകാരം, ഐ വുഡ് സേ ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദി എഡ്യൂക്കേഷൻ സിസ്റ്റം. Frankly speaking that.
ഓക്കെ, നൗ എവിടെയാണ് എന്താണ് പ്രശ്നം എന്നൊക്കെ പറയുന്നതിന് മുന്നേ ഈ വീഡിയോ നമ്മൾ ആക്ച്വലി ഒരു 3 ഭാഗങ്ങളായിട്ട് നമുക്ക് മാറ്റാം. ആദ്യത്തെ ഭാഗത്തിൽ നമ്മൾ എന്താണ് മിസ്റ്റേക്സ് എന്നും, രണ്ടാമത്തെ ഭാഗത്തിൽ അത് എങ്ങനെ മാറ്റാം എന്നുള്ളതും, മൂന്നാമത്തെ ഭാഗത്തിൽ നിങ്ങൾ എന്താണെന്നുള്ളതും കൂടിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 3 കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഒന്നാമത്തെ കാര്യം പറയുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു, ഇതെൻ്റെ ഒരു 2.5-3 വർഷത്തെ എൻ്റെ ഒരു റിസർച്ചിൻ്റെ അല്ലെങ്കിൽ എൻ്റെ ഒരു മനസ്സിലാക്കലിൻ്റെ ഒരു കൺക്ലൂഷനാണ് ഇന്നത്തെ വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം എന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞൊരു 2.5-3 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നത് ഒരു എഡ്യൂക്കേഷൻ സെക്ടറിലാണ്. ദൈനംദിനം ഞാൻ കുട്ടികളുമായിട്ടും പാരൻസുമായിട്ടും ടീച്ചേഴ്സുമായിട്ടൊക്കെ ഇടപഴകിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതിൽ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കൺക്ലൂഷനാണിത്. മാത്രമല്ല, എനിക്ക് ചുറ്റും ഉള്ള എൻ്റെ കുറേ കൂട്ടുകാർ, എൻ്റെ അക്വൈൻറ്റൻസ്, കൊലീഗ്സ്, ഫ്രണ്ട്സ്, ബാച്ച്മേറ്റ്സ്, അങ്ങനെ പലരിൽ നിന്നും ഞാൻ തിരിച്ചറിഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം, ലൈക്ക് ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദിസ് എപ്പിസോഡ് ഇസ് വാട്ട് ഈസ് റോങ്. എവിടെയാണ് നമുക്ക് തെറ്റ് പറ്റുന്നത്, എവിടെയാണ് നമ്മുടെ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഉള്ള തെറ്റുകളാണ് നമ്മൾ ആദ്യം സംസാരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്നുള്ളത് എഡ്യൂക്കേഷൻ സിസ്റ്റം, നമ്മുടെ ഇന്നത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇറ്റ്സ് ഓൾ അബൌട്ട് കോമ്പറ്റീഷൻ. ഇവിടെ എല്ലാം കോമ്പറ്റീഷനാണ്. എനിക്ക് മറ്റുള്ളവരെക്കാളും മുന്നിലെത്തണം, മാർക്ക് വാങ്ങിക്കണം. ലൈക്ക് മുന്നിലെത്തണം എന്നുള്ളത് നത്തിങ് ബേസ്ഡ് ഓൺ സംതിങ് എൽസ്, ഇറ്റ്സ് പ്യുവർലി ബേസ്ഡ് ഓൺ ദ മാർക്സ് അല്ലേ. എൻ്റെ കുട്ടി മറ്റൊരാളുടെ കുട്ടിയേക്കാളും നല്ല ഒരു മാർക്ക് ഉണ്ടാവണം, ആ ഒരു പ്രഷർ മറ്റുള്ളവർക്ക് എത്തിക്കുക. സോ ഇറ്റ്സ് ഓൾവേസ് അബൌട്ട് കോമ്പറ്റീഷൻ, ഓൾവേസ് അബൌട്ട് കോമ്പറ്റീഷൻ ആൻഡ് കമ്പാരിസൺ. സോ രണ്ടാമത്തെ കാര്യം എന്നുള്ളത്, ഇന്നത്തെ നമ്മൾ ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്ന സിലബസ് അഥവാ എഡ്യൂക്കേഷണൽ ലൈക്ക് മെറ്റീരിയൽസ്, റിസോഴ്സസ്, എല്ലാ കാര്യങ്ങളും പഴയതാണ്. ഇറ്റ്സ് ഓൾഡ്. നമ്മുടെ കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. എസ്പെഷ്യലി ഈ ഒരു കോവിഡിൻ്റെ ഒരു സിറ്റുവേഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി നമ്മുടെ ലോകം ഒരു 3-4 വർഷമൊക്കെ ഫ്യൂച്ചറിലേക്ക് എത്തി എന്ന് വേണമെങ്കിൽ പറയാം. പുതിയ ടെക്നോളജീസ്, കംപ്ലീറ്റ്ലി വെർച്വൽ, കംപ്ലീറ്റ്ലി ഡിജിറ്റൽ, പല കാര്യങ്ങളും വന്നു. പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്ന സിലബസും ടെക്സ്റ്റ് ബുക്സും ടോപ്പിക്സും കോൺസെപ്റ്റ്സും ചാപ്റ്റേഴ്സും ഒക്കെ പഴയതാണ്. പല കാര്യങ്ങളും പഴയതാണ്. ഇന്നും അതിനെക്കൊണ്ട് ആർക്കെങ്കിലും ഉപകാരം ഉണ്ടോ വെച്ചാൽ എനിക്കറിഞ്ഞൂടാ. അടുത്തത് വെച്ചാൽ നമ്മുടെ ഇന്നത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇറ്റ്സ് കംപ്ലീറ്റ്ലി സ്പൂൺ ഫെഡ്. ഒരു ടീച്ചർ ക്ലാസ്സിലേക്ക് വരും, കുറേ കാര്യങ്ങൾ ടീച്ചർ പറഞ്ഞു കൊടുക്കും, എഴുതി കൊടുക്കും, ബോർഡിൽ എഴുതി കൊടുത്തിട്ട് കുട്ടികൾ അത് പകർത്തിയിട്ട് വീട്ടിൽ പോയിട്ട് അതേപോലെ തിരിച്ച് നാളെ വന്ന് വീണ്ടും ആ ബുക്ക് എടുത്ത് എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു കൈൻഡ് ഓഫ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഇസ് വാട്ട് വി ഹാവ്. വേറൊരു കാര്യം എന്ന് വെച്ചാൽ കമ്പാരിസൺ. ആസ് ഐ സെഡ്, എൻ്റെ കുട്ടിക്ക് മറ്റുള്ളവരുടെ കുട്ടിയേക്കാൾ മാർക്ക് വേണം, എനിക്ക് മറ്റുള്ളവരെ ലൈക്ക് ഇറ്റ്സ് ആൻഡ് മോസ്റ്റ് ഓഫ് ദ ടൈം ഇറ്റ്സ് നോട്ട് ഈവൻ കമ്മിങ് ഫ്രം ദ സ്റ്റുഡൻസ് പെർസ്പെക്റ്റീവ്. അതായത് വെച്ചാൽ പാരൻസിൻ്റെ ഒരു കമ്പാരിസൺ ആണ് മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ കാണാറുള്ളത്. മാത്രമല്ല എന്ന് വെച്ചാൽ ടീച്ചേഴ്സ് തമ്മിൽ തന്നെ ഈ കുട്ടി ആ കുട്ടി, പഠിക്കുന്ന കുട്ടി പഠിക്കാത്ത കുട്ടി, പല രീതിയിലുള്ള ഒരു നെഗറ്റീവ് കമ്പാരിസൺ പലപ്പോഴും കണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് എ വെരി ബിഗ് മിസ്റ്റേക്ക് ആസ് വെൽ. വേറെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ എവിടെയും ഒരു ഇമ്പോർട്ടൻസോട് കൂടിയിട്ട്, പ്രയോറിറ്റിയോട് കൂടിയിട്ട് സെൽഫ് കെയർ എന്താണ് എന്നുള്ളത് എവിടെയും പഠിപ്പിക്കുന്നില്ല. None of the syllabuses, none of the systems in India teaches how to do the self-care. ചിലപ്പോൾ എവിടെയൊക്കെ പൈസയൊക്കെ കൊടുത്ത ആൾക്കാരൊക്കെ വെച്ച് പേരിന് വേണ്ടി പലരും ചെയ്യുന്ന ആൾക്കാരുണ്ട്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ദെയർ. വേറെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സിസ്റ്റത്തിൽ എവിടെയും ലൈഫ് സ്കിൽസിനെ കുറിച്ച്, സർവൈവൽ സ്കിൽസിനെ കുറിച്ച്, ജീവിതത്തിൽ ആവശ്യമുള്ള കുറേ സ്കിൽസിനെ കുറിച്ച്, ടാലൻസിനെ കുറിച്ച്, കഴിവുകളെ കുറിച്ച്, ആവശ്യമുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ എവിടെയും പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. വേറെ കാര്യം എന്ന് വെച്ചാൽ ദർ ഇസ് നോ പ്രൊമോഷൻ ഫോർ ക്രിയേറ്റിവിറ്റി. എവിടെയും ക്രിയേറ്റിവിറ്റി എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യുന്നില്ല. മാത്രമല്ല അതൊരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. ടീച്ചേഴ്സ് പലപ്പോഴും ഒരു ക്രിയേറ്റീവായിട്ട് ഒരു ആക്ടിവിറ്റിയിലേക്ക് വരുമ്പോഴേക്കും അത് നിൻ്റെ സ്റ്റഡീസിനെ എഫക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അത് നിനക്ക് ഒരിക്കലും നന്നാവില്ല, മാർക്സിനെ എഫക്റ്റ് ചെയ്യും. 10ാം ക്ലാസ് ആണ്, +2 ആണ്, ഡിഗ്രി ആണെന്നൊക്കെ പറഞ്ഞിട്ട് അതും തഴയപ്പെടുന്ന കാഴ്ചയാണ് കണ്ടുവന്നിട്ടുള്ളത്. വേറെ കാര്യം എന്ന് വെച്ചാൽ ഇറ്റ്സ് എ വെരി ബിഗ് തിങ്, ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ കാസ്റ്റ്, റിലീജിയൻ, പോളിറ്റിക്സ്, റീജിയൻ, ഏജ്, ജെൻഡർ, ഒരുപാട് രീതിയിലുള്ള ഡിസ്ക്രിമിനേഷൻ ഇവിടെയും നടക്കുന്നുണ്ട്, ഈവൻ ഇൻ ദി എഡ്യൂക്കേഷൻ സിസ്റ്റം. അനദർ തിങ് ഇസ് വിദ്യാഭ്യാസം അഥവാ ലേണിംഗ് എന്നുള്ളത് എന്താണെന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. ഇറ്റ്സ് ഓൾവേസ് അബൌട്ട് സ്കോറിങ് മാർക്സ് ആൻഡ് സ്റ്റഡിങ്. എക്സാമിന് വേണ്ടി പഠിക്കുക, മാർക്സ് വാങ്ങിക്കുക, അതല്ലാതെ വിദ്യാഭ്യാസം പഠിക്കുക എന്നുള്ള പ്രോസസ്സ് എന്താണെന്നുള്ളത് ഒരിക്കലും പറഞ്ഞു കൊടുക്കുന്നില്ല, പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലുള്ള ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഫ്ലോസ് എന്ന് വേണമെങ്കിൽ പറയാം, അഥവാ മിസ്റ്റേക്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിലൊക്കെ നമ്മൾ കുറ്റക്കാരാണോ? ഒരിക്കലുമില്ല. പഠിച്ചിറങ്ങാൻ നമ്മളൊക്കെ ഇതൊക്കെ ചിന്തിക്കുന്നുണ്ട് ആവശ്യമുണ്ടോ? മേ ബി, ബട്ട് ഇതിനേക്കാളൊക്കെ ചിന്തിക്കാനുള്ള ഉത്തരവാദിത്തമുള്ളവർ ഇത് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് മെയിൻ റീസൺ എന്നുള്ളത്. ഇനി അടുത്ത പാട്ടിലേക്ക് കിടക്കാം. അതായത് ഇതൊക്കെ എന്ത് മാറ്റങ്ങളാണ് നമ്മൾ ഓരോരുത്തരും കൊണ്ടുവരേണ്ടത്, അല്ലെങ്കിൽ എവിടെയാണ് ഇതൊക്കെ, ഇതിനുള്ള മിസ് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണമല്ലോ. അതിലേക്ക് കടക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം എന്നുള്ളത്, ആസ് വി സെഡ്, ഇവിടെ എല്ലാം കോമ്പറ്റീഷനാണ്, ബട്ട് വി നീഡ് കൊളാബറേഷൻ. ഇവിടെ ടീം വർക്ക് ഇല്ല. നമുക്ക് എങ്ങനെയാണ് ലൈക്ക് ഒരു ഓർഗനൈസേഷനിലേക്ക് പോകുമ്പോഴേക്കും അവിടെയും ഇൻഡിവിജ്വലി എക്സൽ ചെയ്യാനാണ് ഓരോരുത്തരും ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ
പലപ്പോഴും പലരും ഫെയിലിയർ ആയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. ഒരു പ്രൊജക്റ്റ് മാനേജ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ടീമിനെ ഹാൻഡിൽ ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു കൂട്ടത്തോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഭയമാണ്. ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമോ, അത് ആരെങ്കിലും അത് എടുത്തിട്ട് അത് ചെയ്താലോ. പല രീതിയിലുള്ള കോമ്പറ്റീറ്റീവ് മൈൻഡ് പല രീതിയിലുള്ള ഒരു ഫെയിലിയേഴ്സിന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കൊളാബറേഷൻ ഇസ് മിസ്സിങ് ഹിയർ ഇൻ ഇന്ത്യ. ടീം ആക്ടിവിറ്റീസ് ആർ മിസ്സിങ് ഹിയർ ഇൻ ഇന്ത്യ. വി ഡോണ്ട് ഡു എനിത്തിങ് ലൈക്ക് ദാറ്റ്. നമ്മളൊരിക്കലും അത് പ്രൊമോട്ട് ചെയ്യുന്നില്ല. നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ ഒരു സ്റ്റുഡൻറ്റ് ഒരിക്കലും മറ്റുള്ള സ്റ്റുഡൻറ്റിന് മാർക്ക് കൂടുതലായിട്ട് കാണണം, അല്ലെങ്കിൽ അവരും നന്നാവണം എന്നുള്ള രീതിയിലേക്കുള്ളൊരു തോട്ട് പ്രോസസ്സ് ആരിലേക്കും ഉണ്ടാക്കുന്നില്ല. ദാറ്റ്സ് ദ ഫസ്റ്റ് തിങ്. ഇറ്റ്സ് ഓൾവേസ് എ കോമ്പറ്റീഷൻ മൈൻഡ്, ബട്ട് വി നീഡ് എ കൊളാബറേറ്റീവ് മൈൻഡ്. നമുക്ക് ഒരിക്കലും ഒന്നും നേടാൻ പറ്റില്ല. ഇറ്റ്സ് ഓൾവേസ് അബൌട്ട് കൊളാബറേഷൻ. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നേടുന്നുണ്ടെങ്കിൽ, ഇഫ് യു വോണ്ട് ടു ബി എ ബില്യനയർ, യു ഹാവ് ടു മേക്ക് അറ്റ്ലീസ്റ്റ് 5 people എ മില്യനയർ. ഒരിക്കലും ഒറ്റയ്ക്ക് നേടാം എന്നുള്ളത് ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ്സ് ഗോണ ഹാപ്പൻ. ദ നെക്സ്റ്റ് തിങ് ഇസ്, ആസ് ഐ സെഡ്, നമ്മുടെ ഇന്നത്തെ വിദ്യാഭ്യാസ രീതി ഇറ്റ്സ് ഓൾഡ്. ഓക്കെ, ഒക്കെ ഓൾഡാണ്. ബട്ട് ആസ് ഐ സെഡ്, വി ആർ ഓൾറെഡി ഇൻ ദ ഫ്യൂച്ചർ. ഒരുപാട് ടെക്നോളജീസ് ദൈനംദിനം വന്നുകൊണ്ടിരിക്കുകയാണ്. വെദർ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ എന്താ പറയുക, കമ്പ്യൂട്ടിംഗ് ആയിക്കോട്ടെ, മെഡിക്കൽ ഫീൽഡ് ആയിക്കോട്ടെ, ഇനി ഫൈനാൻസിലായിക്കോട്ടെ, എക്കോണമിക്സിലായിക്കോട്ടെ, അഥവാ ഹെൽത്ത് കെയറിലായിക്കോട്ടെ, ഫുഡ് ഇൻഡസ്ട്രിയിലായിക്കോട്ടെ, ദൈനംദിനം പുതിയ 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 കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ബട്ട് വി ആർ സ്റ്റിൽ ദെയർ അറ്റ് ദ സെയിം പ്ലേസ്, സെയിം ടെക്സ്റ്റ് ബുക്ക്, സെയിം കോണ്ടന്റ്. ഞാൻ പഠിച്ച ഞങ്ങളൊക്കെ 10ലും 8ലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പഠിച്ചിരുന്ന സെയിം പോയംസ് പോലും ഇന്നും ടെക്സ്റ്റ് ബുക്സിലുണ്ട്. You can imagine how is that? And ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ചുറ്റും വന്നുകൊണ്ടിരിക്കുന്നതാണ്. അതിനനുസരിച്ച് മാറുന്ന കുറേ ആൾക്കാരുണ്ട്. ബട്ട് ദി എഡ്യൂക്കേഷൻ സിസ്റ്റം ഈസ് നോട്ട് ചേഞ്ചിങ്. നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫിൽ നമ്മളെ വീണ്ടും 1990ലെയും 2000ത്തിലേക്ക് നോളജ് വീണ്ടും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കൊണ്ട് എത്രത്തോളം ഉപകാരമുണ്ടെന്ന് നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കുന്ന ഒരു ഐഡിയ മാത്രമേ ഉള്ളൂ. വേറെ കാര്യം എന്ന് വെച്ചാൽ, പ്രാക്ടിക്കൽ എഡ്യൂക്കേഷൻ ഇവിടെ ഇല്ല. ആസ് എ സെഡ്, ദ എഡ്യൂക്കേഷൻ ഈസ് സ്പൂൺ ഫെഡ്. ടീച്ചർ വരും, കാര്യങ്ങൾ കൊടുക്കും, പോകും. ബട്ട് വേർ ഇസ് പ്രാക്ടിക്കൽ എഡ്യൂക്കേഷൻ? ജസ്റ്റ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ എഞ്ചിനീയേഴ്സിൻ്റെ എംപ്ലോയ്മെൻറ്റ് റേറ്റിൻ്റെ കാര്യം പറഞ്ഞു. വെറും 31% എഞ്ചിനീയേഴ്സ് മാത്രമാണ്, ഗ്രാജുവേറ്റ്സ് മാത്രമാണ് ഹയർ ചെയ്യപ്പെടുന്നത് ഓരോ കൊല്ലവും. ബാക്കിയുള്ള 69% ആൾക്കാർക്ക് എന്ത് സംഭവിച്ചു? അവരുടെ എല്ലാവരും പഠിക്കുന്നത് സെയിം സിലബസാണ്, കാര്യങ്ങളൊക്കെയാണ്. ബട്ട് അവിടെയും തിയറിയാണ്. നിങ്ങളൊരു പ്രൊഫഷണൽ കോളേജിൽ പോയി കഴിഞ്ഞാലും അവിടെയും തിയറിയാണ് പഠിപ്പിക്കുന്നത്. ഞാനൊരു കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറാണ്. ബട്ട് എനിക്ക് തിയറി എന്നുള്ള കാര്യം ഞാൻ വെറുത്ത ഒരു സംഭവമാണ്. ഇഫ് സംതിങ് ഇസ് ലോജിക്കൽ, ഐ ആം ഗുഡ് അറ്റ് ഇറ്റ്. ഞാൻ കോഡിങ്ങിൽ നല്ലതായിരുന്നു, ബട്ട് ദി തിയറി വാസ് കില്ലിങ് മീ ദെയർ. ഇറ്റ് വാസ് ഓൾ അബൌട്ട് തിയറി. ഞാനൊരു കോളേജ് ചേരുന്നതിന് മുന്നേ ഞാൻ ഒരാളോട് ചോദിച്ചു, ഒരു കമ്പ്യൂട്ടർ സയൻസിനോട് ചോദിച്ചു, എടാ അവിടെ എന്താണ് സംഭവം ഉണ്ടാവുക, സിലബസ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ പറഞ്ഞു, മാത്സ് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ, മാത്സ് ഇഷ്ടമാണെങ്കിൽ അവിടെ പോകാം, അല്ലെങ്കിൽ ഇന്ന് കോഡിങ് കാര്യങ്ങളൊക്കെയാണ് അവിടെ പോകുന്നൊക്കെ. ഞാൻ വെച്ചാൽ ഓക്കെ, മാത്സ് കോഡിങ്ങൊക്കെ ചിന്തിച്ച് അവിടെ പോയിട്ടാകുമ്പോഴേക്കും അവിടെ ഒരു സംഭവത്തിനെ കുറിച്ച് കോഡിങ് എന്താണോ അതിൻ്റെ തിയറിയാണ് പഠിപ്പിക്കുന്നത്, ഒരു അൽഗോരിതം എന്താണോ അതിൻ്റെ തിയറിയാണ് പഠിപ്പിക്കുന്നത്, ഓരോ കാര്യത്തിൻ്റെയും തിയറിയാണ് പഠിപ്പിക്കുന്നത്. ദർ ഇസ് നോ പ്രാക്ടിക്കൽ നോളജ്. ഒരു പ്രൊജക്റ്റ് ഉണ്ടെങ്കിൽ ആ പ്രൊജക്റ്റ് എവിടെ നിന്ന് എടുത്തതാണോ, എന്തെന്ന് എടുത്തതാണോ എന്നൊന്നും ആർക്കും അറിയണ്ട, സ്വന്തം ചെയ്താണോ എന്നൊന്നും ആർക്കും അറിയണ്ട. ഇൻ്റർനെറ്റിൽ ജിറ്റ്ഹബ് പോലുള്ള പല സൈറ്റിൽ നിന്നും പ്രൊജക്റ്റ് നേരിട്ട് ഡൗൺലോഡ് ചെയ്ത് ജസ്റ്റ് പേര് മാറ്റി കൊടുത്തിട്ടുള്ള ചരിത്രം എനിക്ക് പോലും ഉണ്ട്. മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പലരും അങ്ങനെ തന്നെയാണ് പല രീതിയിലും ചെയ്ത് ജയിച്ചു വന്നിട്ടുള്ളത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ ദാറ്റ് ഈസ് ഹൗ ദ എഡ്യൂക്കേഷൻ സിസ്റ്റം ഈസ് ഓവർ ഹിയർ. സ്കൂളിലേക്ക് പൊക്കോട്ടെ, എവിടെയാണ് പ്രാക്ടിക്കൽ എഡ്യൂക്കേഷൻ വരുന്നത്? ചെറുതായിരിക്കുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും പ്രാക്ടിക്കൽ എഡ്യൂക്കേഷൻ ഉണ്ടോ? ഇല്ല. നമ്മൾ വലുതായി ചിലപ്പോൾ ഹൈസ്കൂളിലേക്ക് എത്തി, ചിലപ്പോൾ ഹയർ സെക്കൻഡറിലേക്ക് എത്തിയിട്ടാണ് നമ്മൾ പലപ്പോഴും കെമിസ്ട്രി ലാബിലും ഫിസിക്സ് ലാബിലും ബയോളജി ലാബിലൊക്കെ എത്തുന്നത് തന്നെ. നമ്മൾ പല സ്പെസിമെൻസും പല കാര്യങ്ങളും നമ്മൾ കാണുന്നത് പോലും, മൈക്രോസ്കോപ്പ് എന്നൊക്കെയുള്ള സംഭവം നമ്മൾ കാണുന്നുണ്ടെങ്കിൽ പോലും അതൊക്കെ വലുതായി ഒരു മേ ബി ഹയർ സെക്കൻഡറിയിലേക്ക് എത്തിയിട്ടാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. വേർ ഈസ് ദ നോളജ് ഷെയറിങ്? വേർ ഈസ് ക്യൂരിയോസിറ്റി? വേർ ഈസ് ക്രിയേറ്റിവിറ്റി? ഒന്നുമില്ല ഇവിടെ. ആൻഡ് ദ നെക്സ്റ്റ് തിങ് ഇസ്, വി ഹാവ് ടു സ്റ്റോപ്പ് കമ്പയറിങ് പീപ്പിൾ. നമ്മുടെ ഈ വാല്യുവേഷൻ രീതി ഇറ്റ്സ് കംപ്ലീറ്റ്ലി റോങ്. ഒരിക്കലും നമ്മുടെ സ്കൂളിൽ ക്ലാസ്സിലൊക്കെ ഉള്ളൊരു സിസ്റ്റം ഉണ്ടായിരുന്നല്ലോ. അതെന്ന് വെച്ചാൽ, ഇപ്പോൾ പഠിക്കുന്ന കുട്ടി പേപ്പർ കൊടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ. അപ്പം പേപ്പർ എടുത്തിട്ട് ഫസ്റ്റ് ആദ്യം നമ്മൾ ഏറ്റവും മാർക്ക് കുറഞ്ഞ ആൾ കൊടുത്ത് കുറേ കളിയാക്കി, കുറേ പിച്ച്, കുറേ തലയൊക്കെ കൊടുത്ത് അങ്ങനെ ഇൻസൾട്ടൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു കുട്ടിക്ക് ഏറ്റവും കൂടുതൽ സ്കോറുള്ള കുട്ടിക്ക് മേ ബി ആ കുട്ടി 50-50 വാങ്ങിച്ചാണെങ്കിൽ അവിടെ കഴിഞ്ഞു, ഹീസ് ദ ഗോഡ്, റൈറ്റ്? ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്, ഇല്ലാന്നൊരിക്കലും പറയുന്നില്ല. ആൻഡ് ദ തിങ് ഈസ് ദാറ്റ് ഈ കമ്പാരിസൺ രീതി ഒക്കെ മാറേണ്ടതുണ്ട്. നമ്മൾ ഈ ഓരോ എക്സാം പേപ്പറും ചെറിയൊരു സിമ്പിളായിട്ടൊരു കാര്യം പറയുകയാണ്, നമ്മുടെ ഓരോരുത്തരുടെയും എക്സാം സ്കോർസ് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറയുന്നതിന് പകരം ഓരോരുത്തരുടെയും കുട്ടികളുടെ സ്കോർസ് ഹിഡൻ ആയിട്ട് അവർക്ക് കൊടുക്കേണ്ട ഫീഡ്ബാക്സ് അവർക്ക് പേഴ്സണലായിട്ട് കൊടുക്കുന്നതിൽ എന്താണ് അത്ര തെറ്റുള്ളത്? ഒരു തെറ്റുമില്ല. ദാറ്റ് കുഡ് മേക്ക് ദാറ്റ് പേഴ്സൺ അറ്റ്ലീസ്റ്റ് ഫീൽ ബെറ്റർ.
ഇത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് ഇൻസൾട്ട് ചെയ്തിട്ട് എത്ര പേരുടെ വിദ്യാഭ്യാസത്തോടുള്ള ആ ഒരു എഡ്യൂക്കേഷൻ, ആ ഒരു സബ്ജക്റ്റിനോടുള്ള ഒരു താല്പര്യം പോയിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് പേഴ്സണലി കുറേ പേരറിയാം. നിങ്ങൾക്ക് ചിന്തിച്ചാൽ നിങ്ങൾക്കും പലരും അറിയുന്നുണ്ടാവാം. സോ ദാറ്റ് ഈസ് അഗെയിൻ സംതിങ് റോങ്. പുതിയ വാല്യുവേഷൻ മെത്തേഡ്സ് പല രീതിയിലും പല മെട്രിക്സും ഒരൊറ്റ മാർക്ക് എന്നുള്ള ഒരു കാര്യത്തോണ്ട് മാത്രം ഒരാളെ ജഡ്ജ് ചെയ്യുന്നതിന് പകരം അയാളുടെ പേഴ്സണാലിറ്റി, അയാളുടെ ഡെവലപ്മെൻറ്റ്, അയാളുടെ എന്താ പറയുക ക്രിയേറ്റിവിറ്റി, അയാളുടെ ഒരു സോഫ്റ്റ് സ്കിൽസ്, പല കാര്യങ്ങളെയും ബേസ് ചെയ്തിട്ടുള്ള ഒരു വാല്യുവേഷൻ ആസ് എ ഹ്യൂമൻ ബീങ്, ഹൗ യു ജഡ്ജ് എ പേഴ്സൺ എന്നുള്ള രീതിയിലേക്കുള്ളൊരു വാല്യുവേഷൻ, അല്ലെങ്കിൽ അയാൾക്ക് എങ്ങനെ ജീവിതത്തിൽ മുന്നേറാം എന്നുള്ള രീതിയിലുള്ള ഒരു വാല്യുവേഷൻ, ഒരു ഫീഡ്ബാക്ക് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ദാറ്റ് ഈസ് മിസ്സിങ്. നമ്മുടെയൊക്കെ പ്രോഗ്രസ് കാർഡിൽ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വെറുതെ A+, A+, എന്നിട്ടിട്ട് നമ്മളൊക്കെ അതിലൊക്കെ A+ ആണോ അതോ B+ ആണോ C+ ആണോ ടീച്ചർക്ക് പോലും അറിയുന്നുണ്ടാവില്ല. പലപ്പോഴും പല സ്കൂൾസിലും പല രീതിയിലുള്ള ക്രിയേറ്റീവ് പ്രോഗ്രാംസ്, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒന്നും നടക്കാറില്ല. ഒരു രീതിയിലുള്ള പഠിത്തത്തിന് പുറമേയുള്ള ഒരു കാര്യങ്ങളും നമ്മൾ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യാറില്ല. അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഹാവ് ടു ടീച്ച് സെൽഫ് കെയർ. സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞിറങ്ങുന്ന ഒരു വിദ്യാർത്ഥിക്ക്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പോയി പഠിച്ചിറങ്ങുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ലൈഫിൽ അയാൾ നേരിടാൻ പോകുന്ന പല പ്രശ്നങ്ങളെക്കുറിച്ചും, അല്ലെങ്കിൽ അതെങ്ങനെ നേരിടാം, അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റി വരുമ്പോഴേക്കും, അല്ലെങ്കിൽ ഒരു ഫെയിലിയർ വരുമ്പോഴേക്കും, അല്ലെങ്കിൽ ഒരു മോശം ദിവസം വരുമ്പോഴേക്കും, അല്ലെങ്കിൽ നല്ല ദിവസം വരുമ്പോഴേക്കും അതെങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ള രീതിയിലുള്ള ഒരു നോളജ് ഷെയറിങ്, അല്ലെങ്കിൽ ഒരു ഡിസ്കഷൻ പോലും അവിടെ, തിയറി പോലും ഇല്ല. അതിന് വേണ്ടിയിട്ടൊരു തിയറിയോ ഒരു പ്രാക്ടിക്കലോ ഒരു കുന്തോ അവിടെ ഇല്ല. നത്തിങ് ഈസ് ദെയർ. ഒരു മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് കൊണ്ട് സഫർ ചെയ്യുന്ന എത്ര കുട്ടികൾ നമ്മുടെ കേരളത്തിലുണ്ട് എന്നുള്ളത് ആർക്കെങ്കിലും അറിയോ? എന്താണ് ഡിപ്രഷൻ, എന്താണ് ആങ്സൈറ്റി, എന്താണ് അതർ മെൻ്റൽ ഹെൽത്ത് ഇൽനെസ്സസ്, എന്താണ് ലൈക്ക് നമ്മുടെ ഈ OCD എന്നൊക്കെ പറയുന്ന സംഭവം, ഈ കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് പല രീതിയിലുള്ള എഡ്യൂക്കേഷൻ ഇൽനെസ് ഉള്ള കുട്ടികൾ അതൊക്കെ കാരണം, പഠിക്കാൻ പറ്റാത്തത് കാരണം, മാർക്കില്ലാത്തത് കാരണം, കമ്പാരിസൺ കാരണമൊക്കെ പല രീതിയിലുള്ള മെൻ്റൽ ട്രോമാസ് സഫർ ചെയ്യുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ നമുക്ക് ചുറ്റുമുണ്ട്. നമ്മൾ ചുറ്റും ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ, നമ്മൾ രക്ഷിതാവാണെങ്കിൽ നമ്മുടെ വിദ്യാർത്ഥികൾ, നമ്മുടെ കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും എനിക്ക് ഇന്ന ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ നമ്മളൊരിക്കലും ചോദിക്കില്ല, അവർക്കത് പറയാനുള്ള അറിവില്ല, അവർക്കതാരും പറഞ്ഞു കൊടുക്കാറുമില്ല. നത്തിങ് ഈസ് ദർ. വി ഡോണ്ട് ടോക്ക് അബൌട്ട് മെൻ്റൽ ഇൽനെസ്. പോട്ടെ, കുട്ടികളിൽ പോട്ടെ, വലിയവരിൽ പോലും മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച്, അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ച്, മെൻ്റൽ ഹെൽത്ത് ആസ്പെക്ട്സിനെ കുറിച്ച് ഒരിക്കലും നമ്മൾ സംസാരിക്കാറില്ല. ദാറ്റ്സ് റോങ്. അവിടെ തന്നെ ഇറ്റ്സ് എ ബിഗ് ഫെയിലിയർ. നമുക്ക് നമ്മളെങ്ങനെ ടേക്ക് കെയർ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ഒരിക്കലും ആരും പറഞ്ഞു കൊടുക്കാറില്ല. ഈവൻ സിമ്പിൾ തിങ്സ് ലൈക്ക് ഹൗ ടു ഗ്രൂം യുവർ ഹെയർ, ഹൗ ടു ടേക്ക് എ ബാത്ത്, അല്ലെങ്കിൽ എന്താ പറയുക, ഈ നമ്മുടെ പേഴ്സണൽ ഗ്രൂമിങ്ങിൻ്റെ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ആർക്കും പറഞ്ഞു കൊടുക്കാറില്ല. ഇങ്ങനത്തെ ഒന്നും കാര്യങ്ങൾ സിലബസിലേ ഇല്ല. മേ ബി 8ാം ക്ലാസ്സിലൊക്കെ ഒരു ചാപ്റ്റർ ഉണ്ട്, അതായത് റീച്ചിങ്, ലൈക്ക് ഇപ്പോൾ ബയോളജി ആണെങ്കിൽ 8ാം ക്ലാസ്സിലൊക്കെ അഡോളസൻസിനെ കുറിച്ചും സെക്ഷൽ റീപ്രൊഡക്ഷനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ചാപ്റ്റേഴ്സ് ഉണ്ട്. ഈവൻ 10th-ലും 9th-ലൊക്കെ ഉണ്ട് ബയോളജീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. പക്ഷേ അവിടെയൊക്കെ ടീച്ചേഴ്സ് എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഇന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്, നിങ്ങൾ തന്നെ വായിച്ച് പഠിച്ചാൽ മതി എന്നുള്ളതാണ്. ഈ ഡൗട്ട്സൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ ചോദ്യങ്ങൾ വരുമ്പം ഇതൊക്കെ എവിടെ പോയിട്ട് ആരോടാണ് ചോദിക്കേണ്ടത്? ജസ്റ്റ് ഒരു പേഴ്സണൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ആ ഒരു കരിയർ ഒഴിവാക്കിയിട്ട് ടീച്ചിലേക്ക് വന്ന ഒരാളാണ്. ലൈക്ക് ജസ്റ്റ് പ്യുവർലി ബിക്കോസ് ഓഫ് പാഷൻ. ഞാൻ ചൂസ് ചെയ്ത സബ്ജക്റ്റ് എന്നുള്ളത് ബയോളജിയാണ്. ഞാൻ എന്നിട്ട് അവിടെ പോയിട്ട് 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് വായിക്കുമ്പോഴാണ് ഞാൻ പല ജോയിൻസിനെ കുറിച്ച് അറിയുന്നത്. 8ാം ക്ലാസ്സിലേക്കുള്ള ടെക്സ്റ്റ് ബുക്ക് ഞാൻ വായിക്കുമ്പോഴാണ് എന്താണ് മെൻസ്ട്രുവേഷൻ എന്ന് അറിയുന്നത്. 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോഴാണ് നമ്മുടെ ഈ അഡോളസൻസിൽ ഉണ്ടാകുന്ന പല മാറ്റങ്ങൾക്കും പല ഹോർമോൺസാണ് അതിൻ്റെ കാരണം എന്നറിയുന്നത്. ഈ കാര്യങ്ങൾക്കൊന്നും ആരും എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ആ സമയത്തൊക്കെ ഐ എം നോട്ട് ബ്ലെയിമിങ് എനി ടീച്ചേഴ്സ്, ജസ്റ്റ് ബിക്കോസ് ഈവൻ ദേ ഹാവ് ഗോട്ട് ദ സെയിം കൈൻഡ് ഓഫ് എഡ്യൂക്കേഷൻ സിസ്റ്റം, റൈറ്റ്? സോ ടീച്ചേഴ്സ് ഇത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നില്ല. ദേ ആർ നോട്ട് ടേക്കിംഗ് ദ റെസ്പോൺസിബിലിറ്റി ടു ടീച്ച് പീപ്പിൾ ഓൺ ദെംസെൽഫ്. ദാറ്റ്സ് റോങ്. അനദർ തിങ് ഇസ് ലൈഫ് സ്കിൽസ് ഷുഡ് ബി ടോട്ട്. ഫോർ എക്സാമ്പിൾ, ബേസിക് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ്, എന്താണ് ടാക്സസ്, എന്താണ് ഇൻട്രസ്റ്റ്, എന്താണ് എവിടെ ഇൻവെസ്റ്റ് ചെയ്യാം, എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ്, എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ്, ഒരു കാര്യങ്ങൾ ആർക്കും പറഞ്ഞു കൊടുക്കുന്നില്ല. എന്താണ് ഇൻഫ്ലേഷൻ, ഒരാൾക്കും ഒരു അറിയില്ല. നമ്മുടെ ലൈഫിൽ ഇന്നും ടാക്സിനെ കുറിച്ച് ഒരു കുന്തും അറിയാത്ത ഒരാളായിരുന്നു ഞാൻ. ഈ അടുത്തതായിട്ട് എനിക്കൊരു ആവശ്യം വന്നപ്പോൾ അത് ഞാൻ ഫയൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് പോലും തുടങ്ങിയത്. ഇതിനൊക്കെയുള്ള ഗ്യാപ്പ് എവിടുന്ന 14, 15, 16, 18 വർഷങ്ങളൊക്കെ പഠിച്ചിറങ്ങിയിട്ട് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഫയൽ അല്ലെങ്കിൽ ഒരു ഫോം പോലും ഫില്ല് ചെയ്യാൻ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. നമ്മൾ ഈ നമ്മുടെ വടക്കൻ സെൽഫി എന്നുള്ള മൂവിയിൽ അവിടെ ഒരു ഫയൽ അല്ലെങ്കിൽ ഒരു ഫോം ഫില്ല് ചെയ്യാൻ പോകുന്ന അവസ്ഥയുണ്ട്. ദാറ്റ് ഈസ് നോട്ട് റോങ്. അത് ഒരുപാട് ആൾക്കാരാണ്, നമ്മൾ ഓരോരുത്തരും അങ്ങനെ തന്നെ ആയിരുന്നു, അങ്ങനെയാണെന്ന് വേണമെങ്കിൽ പറയാം.
ദാറ്റ്സ് നോട്ട് റോങ്. കാരണം നമ്മളിതൊന്നും ആരും പഠിപ്പിക്കുന്നില്ല. ഓരോ ബേസിക് ആയിട്ടുള്ള പല കാര്യം നമ്മുടെ ഇപ്പം ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഫോമിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഒരു ആധാർ കാർഡ്, ലെറ്റ്സ് സേ ഒരു ആധാർ കാർഡ് അല്ലെങ്കിൽ ഗവൺമെൻറ് ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ ഗവൺമെൻറ് സംഭവം അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്കാർക്കും അറിയില്ല. വേറൊരു കാര്യം, നമ്മൾ ഓരോരുത്തരും ഈ കറണ്ട് ബില്ലും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഒരു യൂണിറ്റ് എങ്ങനെയാണ് ചാർജ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് 2 മാസം കൊണ്ട് കൂടുമ്പം ഇത്ര മാത്രം ബില്ല് വരുന്നത്, അതിലുണ്ടാകുന്ന മെച്ചം എന്താണ്, അല്ലെങ്കിൽ അതുണ്ടാകുന്ന നഷ്ടം എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ ഈ പല സാധനങ്ങൾക്കും വില കൂടുന്നത് എന്താണ്, ഒന്നിനെക്കുറിച്ച് നമുക്ക് ആർക്കും അറിയില്ല. നമ്മുടെ ഈ വിനോദയാത്ര എന്നുള്ള മൂവിയിൽ ദിലീപ് ഈ ഉള്ളിയുടെയും പച്ചക്കറിയുടെയൊക്കെ വില ലാസ്റ്റ് പഠിക്കുന്നുണ്ട്. അപ്പം അതൊക്കെ ബേസിക് അങ്ങനെയുള്ള ഒരു നമുക്ക് എന്താണ് ലൈഫിൽ ആവശ്യം എന്നുള്ള കാര്യങ്ങൾ അതാരും പറഞ്ഞു തരുന്നില്ല. നമ്മൾ ചിലപ്പം വലുതൊക്കെ ആയിട്ട് നമ്മുടെ പാരൻസ് എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മളൊക്കെ അറിഞ്ഞിരിക്കണം എന്നാണ്. എവിടെയൊക്കെ പോയിട്ട് ചിലപ്പം എഗെയിൻ വടക്കൻ സെൽഫിൽ സീനിൽ ചീന തക്കാളി എടുത്തുന്ന സംഭവം, എന്താണ് നമ്മുടെ തക്കാളി, അല്ലെങ്കിൽ നല്ല തക്കാളി എന്താണ്, നല്ല പച്ചക്കറി എന്താണ്, നല്ല ഫുഡ് എന്താണ്, നല്ല സംഭവങ്ങൾ എന്താണെന്ന് നമുക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് മേ ബി ടീച്ചേഴ്സോ തയ്യാറാവുന്നില്ല. ഈവൻ നമ്മുടെ വേണ്ടപ്പെട്ടവർ പോലും ആ ഒരു വിദ്യാഭ്യാസ രീതിയിലേക്ക് ചിന്തിക്കുന്നില്ല എന്നുള്ളതും ഒരു വസ്തുത തന്നെയാണ്. ഓക്കെ, ആൻഡ് അഗെയിൻ ഐ എം നോട്ട് ബ്ലെയിമിങ് എനി വൺ. ഓക്കെ, സോ ബേസിക് ആയിട്ടുള്ള ലൈഫ് സ്കിൽസ് ആരെയും പഠിപ്പിക്കുന്നില്ല. എന്ത് ടാലൻ്റാണ്, എന്ത് സ്കില്ലാണ്, എന്ത് കാര്യങ്ങളാണ് നമുക്ക് വേണമെന്ന് ആർക്കും പറയാനില്ല. ആൻഡ് അഗെയിൻ ആർ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്, നമ്മൾ ഇത്രയും അൺഎംപ്ലോയ്മെൻറ്റിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ അൺഎംപ്ലോയ്മെൻറ്റിനൊക്കെയുള്ള വൺ ഓഫ് ദ മെയിൻ റീസൺ എന്താണെന്ന് നമുക്ക് ആയിരിക്കും അറിയോ? ഇറ്റ്സ് സോഫ്റ്റ് സ്കിൽസ്, ആബ്സെൻസ് ഓഫ് സോഫ്റ്റ് സ്കിൽസ്. അതായത് നമ്മുടെ ഇൻ്റർപേഴ്സണൽ സ്കിൽസ് ഇല്ല, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും സമയമില്ല, അല്ലെങ്കിൽ ആരും പറഞ്ഞു കൊടുക്കുന്നില്ല. ഇംഗ്ലീഷ് അറിയണം നമുക്ക് പല രീതിയിലും പല ജോലിയിലും, ആസ് എൻ ഇൻ്റർനാഷണൽ ലാംഗ്വേജ് ഇംഗ്ലീഷ് അറിഞ്ഞാൽ മാത്രം ജോലി കിട്ടുന്ന പല ജോലികളുണ്ട്. വി ഡോണ്ട് നോ ഇംഗ്ലീഷ്, വി ഡോണ്ട് ട്രൈ ടു ഇംപ്രൂവ് ദാറ്റ്. എങ്ങനെ ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാം, എന്തൊക്കെ ക്വസ്റ്റ്യൻസ്, അതിനുള്ള പ്രാക്ടീസ്, മോക്സ്, ആരും ഒന്നും സംസാരിക്കാറില്ല, പറഞ്ഞു തരാറില്ല. ആൻഡ് ഇറ്റ്സ് ഓൾവേസ് എ ബ്ലെയിം. എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, ജോലിയില്ല, മറ്റേത് കഴിഞ്ഞു, ജോലിയില്ല. അവരൊക്കെ അങ്ങനെ തന്നെ പറഞ്ഞടക്കം കുറേ ആൾക്കാരും ഇതൊക്കെ ഏറ്റുപിടിക്കാനും കുറേ ആൾക്കാരും. വാട്ട്സ് റോങ് വിത്ത് യു? നെക്സ്റ്റ് തിങ് ഇസ് വി ഡോണ്ട് പ്രൊമോട്ട് എനി എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ പല സ്കൂൾസിലും ഈ പഠിത്തം അല്ലാതെ മറ്റൊരു കാര്യത്തിലേക്കും കുട്ടികളെ ഇറക്കാത്ത പല സ്കൂൾസും ഉണ്ട്. ഈവൻ PT പീരീഡ് പോലും ഇല്ലാത്ത കുറേ സ്കൂൾസ് ഉണ്ട്. ഈവൻ നമ്മുടെ PT പീരീഡ് ഉണ്ടായിട്ട് പോലും വെറുതെ കുട്ടികളെ ഇങ്ങനെ ഗ്രൗണ്ടിലേക്ക് ഇറക്കി വിട്ടിട്ട് ശമ്പളം വാങ്ങിച്ചു കിട്ടുന്ന ഒരുപാട് അധ്യാപകന്മാർ, PT അധ്യാപകന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. ആരെങ്കിലും ചോദിക്കോ? ഇല്ല. PT മാഷിൻ്റെ ലൈഫല്ലേ എന്ന് പറഞ്ഞിട്ട് വെറുതെ ഒഴിവാക്കുന്ന രക്ഷിതാക്കളാണ്, മനുഷ്യന്മാരാണ് നമ്മൾ ഓരോരുത്തരും. PT മാഷിനും ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. ഓരോരാളുടെയും അയാളുടെ ഫിസിക്കൽ വെൽനെസ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് PT അധ്യാപകൻ എന്നുള്ള രീതിയിൽ ഒരാളെ നമ്മുടെ സ്കൂളിലേക്ക് അവിടെ നിയമിക്കുന്നത്. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ടൈം ദാറ്റ് ഡസൻറ്റ് ഹാപ്പൻ. ട്രൂലി ദാറ്റ് ഡസൻറ്റ് ഹാപ്പൻ. വേറെ കാര്യം എന്ന് വെച്ചാൽ വി ഹാവ് ടു സ്റ്റോപ്പ് ഡിസ്ക്രിമിനേഷൻ. പല ബേസിസിലും ഈ ഡിസ്ക്രിമിനേഷൻ ചെയ്യുന്നത്, ഇനിയിപ്പം പൊളിറ്റിക്സ് ആണെങ്കിലും റേസസ് ആണെങ്കിലും കാസ്റ്റ് ആണെങ്കിലും റിലീജൻ ആണെങ്കിലും എന്തിൻ്റെ ബേസിലാണെങ്കിലും വി ഹാവ് ടു സ്റ്റോപ്പ് ദാറ്റ്. വി ഹാവ് ടു സ്റ്റാർട്ട് ട്രീറ്റിംഗ് പീപ്പിൾ ബേസ്ഡ് ഓൺ ഹൂ ദേ ആർ ആസ് ഹ്യൂമൻസ്, ജസ്റ്റ് ആസ് ദാറ്റ്. ഞാൻ ബേസിക്കലി സത്യം പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ ലൈഫിൽ എടുത്തിട്ടുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസിഷൻസ് എന്നുള്ളത് ഗവൺമെൻറ് സ്കൂളിലേക്ക് മാറി എന്നുള്ളതായിരിക്കാം. I was studying in completely closed environment, an NRI kid. Coming to India and joining a government school was one of the best decisions I have made. ആൾക്കാർ എങ്ങനെയാണ്, എന്താണ് എന്നുള്ള കാര്യങ്ങൾ തൊട്ടറിയാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ, അവരോട് കൂടി ജീവിക്കാൻ, അവരോട് കൂടി അവരുടെ നിമിഷങ്ങൾ പങ്കുവെക്കാൻ, സൗഹൃദങ്ങൾ പങ്കിടാൻ വേണ്ടിയിട്ട് എനിക്കുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അതിന്ന് പലർക്കും ഇല്ല. എസ്പെഷ്യലി റൈറ്റ് നൗ, ഈവൻ വി ആർ മൂവിങ് ഇൻ ടു എ ഡിജിറ്റൽ വേൾഡ്, ദർ ഇസ് നത്തിങ് ലൈക്ക് ദാറ്റ്. അവിടെ എഗെയിൻ ഇവിടെ പല ഡിസ്ക്രിമിനേഷനാണ് അഗെയിൻ പല രീതിയിലുള്ള ഡിസ്ക്രിമിനേഷനാണ് റൈറ്റ്. സോ ഈവൻ ടീച്ചേഴ്സ് സ്റ്റുഡൻസിനെ പല രീതിയിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നുണ്ട്, സ്റ്റുഡൻസ് തമ്മിൽ തന്നെ പല രീതിയിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നുണ്ട്, ഈവൻ പാരൻസ് സ്റ്റുഡൻസിനെ പല രീതിയിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് സ്കൂൾസിൽ മാത്രമാണോ? ഒരിക്കലല്ല. ഈവൻ ഗോ ടു കോളേജ്, അതിനേക്കാളൊക്കെ മുകളിലാണ്, പറയാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. സോ ഇറ്റ്സ് എ കോമഡി, റൈറ്റ്? സോ ദ നെക്സ്റ്റ് തിങ് ഇസ് വി ഹാവ് ടു ടീച്ച് ലേണിംഗ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരാൾക്ക് വേണ്ടിയിട്ടും എന്താണ് വിദ്യാഭ്യാസം എന്നുള്ളത് ഒരിക്കലും പറഞ്ഞു കൊടുക്കുന്നില്ല. ഇറ്റ്സ് ഓൾവേസ് അബൌട്ട് വി ആർ ഓൾവേസ് ടോൾഡ് വാട്ട് ടു തിങ്ക്, റൈറ്റ്? നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത്, എന്താണ് പഠിക്കേണ്ടത് എന്ന് നമുക്ക് എപ്പോഴും സ്പൂൺ ഫെഡ് ചെയ്യുന്നുണ്ട്. ബട്ട് ഹൗ ടു തിങ്ക് ആൻഡ് വൈ ടു തിങ്ക് എന്നുള്ള 2 ക്വസ്റ്റ്യൻ, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ആർക്കും പറഞ്ഞിരുന്നില്ല, റൈറ്റ്? സോ ഒരു പ്രോബ്ലം വരുമ്പോൾ നമുക്ക് എപ്പോഴും ആൾക്കാർ വന്നിട്ട് ഇന്നത് ചെയ്താൽ മതി, അല്ലെങ്കിൽ അത് ചെയ്താൽ മതി, +2 കഴിഞ്ഞില്ലേ നീ ഇന്നൊരു പോയാൽ മതി, ഇത് കോളേജ് കഴിഞ്ഞില്ലേ ഇനി നീ MBA പോ, അല്ലെങ്കിൽ നീ PG പോ. നമുക്ക് എപ്പോഴും ആൾക്കാർ വന്നിട്ട് നീ ഇന്നത് ചെയ്താൽ മതി ഒരു അടിച്ചമർത്തണം, ഒരു കമാൻഡിങ് ആണ് നടന്നിട്ടുള്ളത്. അല്ലെങ്കിൽ
ഹൗ ടു തിങ്ക് അല്ലെങ്കിൽ വൈ ടു തിങ്ക് എന്നുള്ളൊരു ആസ്പെക്റ്റ് ഒരിക്കലും കവർ ചെയ്യുന്നില്ല. അത് കോളേജ് തന്നെ ആവണമെന്നില്ല, ലൈഫിൻ്റെ ഏതൊരു കാര്യം എന്നതിനാലും. എനിക്കെല്ലാം അറിയാം, ഞാൻ പറയുന്നത് നീ കേട്ടാൽ മതി എന്നുള്ള ഒരു തരത്തിലുള്ളൊരു മാത്രമല്ലാതെ ഒരിക്കലും എടാ നീ ഇന്നതൊന്ന് ചിന്തിച്ച് നോക്ക്, എന്നിട്ട് നീ എന്താണ് വരുന്നത്, ആ രീതിയിൽ ഡിസിഷൻ എടുത്താൽ എന്നുള്ള രീതിയിൽ പലപ്പോഴും നമുക്ക് ഒരിക്കലും കേൾക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ടത് ചെയ്യണം, അല്ലെങ്കിൽ എന്തുകൊണ്ടത് ചെയ്തുകൂടാ എന്നുള്ളത് നമ്മൾ ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും അതിനുള്ള ഒരു ടീച്ചിങ് മെത്തേഡ് വിടില്ല. വി ഡോണ്ട് ലവ് ലേണിംഗ്, വി ജസ്റ്റ് വോണ്ട് ടു സ്കോർ മാർക്സ്, come out of schools and college, get a degree, get a certificate, get a piece of shit paper and just roam around with no jobs. That's the fact. അതാണ് what is the education system what we have right now. And അവിടെയാണ് നമ്മൾ ഓരോരുത്തരും ഒരു ഫെയിലറായി മാറുന്നത്. This is where we have been and this is where from ഇവിടെ നിന്നാണ് നമ്മൾ ഇനി മുന്നോട്ട് പോകേണ്ടതും. These are some things which we have to make a difference as well. And ഇവിടെയാണ് again you come, the third part, you come as a picture. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഓരോരുത്തരും, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ വെറുതെ നോട്ട് സിമ്പിൾ, ഈ പറഞ്ഞ പല കാര്യങ്ങളിലും 200-300 ആൾക്കാരുടെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഞാൻ ഇന്നലെ ചെറിയൊരു സാമ്പിളായിട്ടൊരു പരിപാടി എടുത്താണ്. ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടു. ഇന്നത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നിങ്ങൾക്ക് തോന്നുന്ന ഒരു കാര്യം, ഒരു ഫ്ലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറയണമെന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് ഇട്ടു. 12 മണിക്കൂറിനിടയിൽ എനിക്ക് വന്നിട്ടുള്ളത് 274 മെസ്സേജസാണ്, അഥവാ ഓപ്ഷൻസാണ്, അഥവാ 274 മിസ്റ്റേക്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ആൾക്കാർ മെസ്സേജ് ചെയ്തത് 12 മണിക്കൂറിൽ. സോ യു ക്യാൻ തിങ്ക് ഹൗ സീരിയസ് ഇറ്റ് ഈസ്. ആ മെസ്സേജ് അയച്ചാൽ ഒട്ടുമിക്ക ആൾക്കാരും, ലെറ്റ്സ് സേ ഒരു 70% to 80% ഓഫ് ആൾക്കാരും വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞിട്ട് ഒന്നെങ്കിൽ പണിയെടുക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഒരു പണിയില്ലാത്ത ആൾക്കാരാണ്, അല്ലെങ്കിൽ കഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അതിലുള്ളൊരു 10-20% ആൾക്കാർ സ്റ്റുഡൻസാണ്. അവർക്ക് പോലും തോന്നിയിട്ടുണ്ട് ഇന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നന്നായിട്ടല്ലെങ്കിൽ ബെറ്റർ ആയെന്നുള്ളതൊക്കെ. ഇനി ഏറ്റവും കൂടുതൽ തിരിച്ചറിവുണ്ടാകുമ്പോൾ വെച്ചിട്ടുണ്ടല്ലോ, നമ്മുടെയൊക്കെ കോളേജ് വിദ്യാഭ്യാസം കഴിയുമ്പോഴാണ്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുക, ഇതായിരുന്നു എനിക്ക് വേണ്ടത്, ഇതല്ല എനിക്ക് വേണ്ടെന്നുള്ളത്. ആൻഡ് അഗെയിൻ ആ ഒരു എക്സ്പ്ലോറേഷൻ ഓപ്ഷൻ അവിടെ പല രീതിയിലും നമുക്ക് പലപ്പോഴും ക്ലോസ് ചെയ്യപ്പെടുകയാണ്. സോ നമ്മളിപ്പം വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു കോഴ്സിനെ കുറിച്ച് അല്ലെങ്കിൽ നമുക്കറിയുന്നൊരു കാര്യത്തെക്കുറിച്ച് ആളോട് ചോദിച്ചാൽ അത് പറഞ്ഞുതരാൻ വേണ്ടി പോലും ആൾക്കാർ ഒരിക്കലും തയ്യാറാവലില്ല. അറിയുന്ന ആൾക്കാർ ഒരിക്കലും ദേ ഡോണ്ട് ഓപ്പൺ അപ്പ്. എന്താണ് നഷ്ടപ്പെടാനുള്ളത്? 5 മിനിറ്റോ? ഐ ഡോണ്ട് നോ what's wrong there. സോ നമുക്ക് 3 കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. യു ആൻഡ് മീ, വി ക്യാൻ ഡു 3 things. ദ ഫസ്റ്റ് തിങ് ഇസ് പോയിന്റ് ഔട്ട് ദ ഫ്ലോസ്. എന്താണ് തെറ്റ് എന്നുള്ളത്, ആ തെറ്റ് അവിടെ പറയാന്നുള്ളതാണ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാണ്. നമ്മുടെ നാട്ടിലേക്ക് സ്കൂൾ വിദ്യാഭ്യാസം സ്കൂളിൻ്റെ ടൈമിംഗ് എന്നുള്ളത് രാവിലെ ലെറ്റ്സ് ഒരു 10 മണി to 4 മണി വരെ ആണെങ്കിൽ, ഇന്നും പല സ്കൂൾസിലും, പല ഗവൺമെൻറ് സ്കൂൾസിലും പല ടീച്ചേഴ്സും രാത്രി 7:30 മണിക്കും 8 മണിക്കൊക്കെ ക്ലാസ് വെക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ആരും പറയാനില്ല. അതൊക്കെ ഒരു ഫ്ലോ അല്ലേ ബേസിക്കലി. കുട്ടികൾ രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്തും അല്ലെങ്കിൽ സ്വന്തം പേഴ്സണൽ കാര്യങ്ങൾ വെച്ച് മാതാപിതാക്കളോട് സ്പെൻഡ് ചെയ്യേണ്ട സമയത്ത് അവിടെ ക്ലാസ്സസ് വെക്കാണ്. രാവിലെ ജോലിക്ക് പോകുന്ന പല മാതാപിതാക്കൾക്കും, അല്ലെങ്കിൽ രാവിലെ ജോലിയുള്ള മേ ബി വർക്ക് ഫ്രം ഹോമിനുള്ള പല ആൾക്കാർക്കും കുട്ടികളോട് ഇടപെടാനുള്ള സമയം കൂടെ അവിടെ നഷ്ടപ്പെടുകയാണ്. നോബഡി ടോക്സ് അബൌട്ട് ഇറ്റ്. ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്കറിയാം, ബട്ട് വി ഡോണ്ട് പോയിന്റ് ഇറ്റ് ഔട്ട്. വി ഹാവ് ടു ഡു ദാറ്റ്. ദ ഫസ്റ്റ് തിങ് ഇസ് ദാറ്റ്. അടുത്ത കാര്യം എന്ന് വെച്ചാൽ, നമുക്കറിയുന്ന കാര്യങ്ങൾ എന്താണോ, നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസിൽ നമ്മൾ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ അറിഞ്ഞിട്ടുള്ള കണ്ടിട്ടുള്ള കാര്യങ്ങൾ എന്താണോ, ആ ഒരു കാര്യത്തിൻ്റെ ബേസിസിൽ നമ്മൾ ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യുക എന്നുള്ളതും വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ആണ്. ദാറ്റ്സ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം, ആ ഒരു കാര്യത്തിൽ ആരെങ്കിലും ഒരു കാര്യം ചോദിച്ചു വരികയാണെങ്കിൽ നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുക, അറിയില്ലെങ്കിൽ അറിയുന്ന ആളിലേക്ക് എത്തിക്കുക. സോ ഡൂ സം വർക്ക് ദർ, പുട്ട് സം എഫേർട്ട് ദർ, ഹെൽപ്പ് സം വൺ ഔട്ട് ദർ. അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ ബി ദ ചേഞ്ച്. അതായത് നമ്മളെപ്പോഴും പറയണം, ഇന്ന കാര്യം എൻ്റെ ജീവിതത്തിൽ നടന്നു, ആർക്കെങ്കിലും ഇത് സംഭവിച്ചാൽ എനിക്ക് ഒരു കുഴപ്പമില്ല. ഡോണ്ട് ബി ദാറ്റ്, ഡോണ്ട് ഡൂ ദാറ്റ്. നമ്മുടെ ലൈഫിൽ ആസ് ഐ സെഡ് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഷെയർ ഇറ്റ് ഔട്ട് ടു സംവൺ ആൻഡ് ബി ദാറ്റ് ചേഞ്ച് ഓർ ബി ദാറ്റ് ഒറിജിൻ ഓഫ് ചേഞ്ച്. ഏതൊരു ചേഞ്ചും സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമ്മളിൽ നിന്ന് തന്നെയാണ്. ദീസ് ആർ തിങ്സ് വിച്ച് വി ക്യാൻ ഡു. നമ്മൾ ഇന്ന് ജീവിക്കുന്നത് എന്നുള്ളത് ഇറ്റ്സ് ദി എറ ഓഫ് പോസിബിലിറ്റീസ്. അതായത് സത്യം പറയുകയാണെങ്കിൽ, ഫ്രാങ്ക്ലി സ്പീക്കിംഗ്, ഞാൻ ഇന്ന് ഒരു 2 ദിവസം മുന്നേ കൂടിയിട്ട് എൻ്റെ അനുജത്തിമാരോടൊക്കെ പറഞ്ഞാണ്, അനുജന്മാരോടൊക്കെ പറഞ്ഞാണ്, സ്കൂളിലോ കോളേജിലോ ഒന്നും പോയിട്ട് ഇന്നത്തെ കാലത്ത് സത്യം പറഞ്ഞാൽ ഒരു ഉപകാരമില്ല. ബട്ട് മൈ പാരൻസ് വാണ്ടഡ് ടു സേ ദി ഓപ്പോസിറ്റ്. ബട്ട് I'm very wrong. I'm very sorry, I'm very wrong. I'm very കാരണം വെച്ചാൽ ഇന്നത്തെ കാലത്ത് സ്കൂളിൽ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ ഞാൻ പറയുകയാണ്, നിങ്ങളൊരു 3, 4, 5 ദിവസം അല്ലെങ്കിൽ ലെറ്റ്സ് ഒരു 5 മണിക്കൂറൊക്കെ ഒരു ഓൺലൈൻ ക്ലാസ് അല്ലെങ്കിൽ ഒരു ഓൺലൈൻ സ്കിൽ കോഴ്സ്, ഒരു കോഴ്സ് എടുത്തിട്ട് ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ 3, 4, 5 വർഷം നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ലാതെ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു കാലത്താണ് നമ്മളിന്ന് ജീവിക്കുന്നത്. സത്യം.
ഈവൻ MBAക്ക് പോലും പോകേണ്ട ആവശ്യമില്ല. യൂട്യൂബിലും പോഡ്കാസ്റ്റിലും ഒക്കെ ആയിട്ട് പല രീതിയിലും ഏറ്റവും ബെസ്റ്റ് നോളജ് ഷെയറിങ് നടക്കുന്ന 2 പ്ലാറ്റ്ഫോമാണ് യൂട്യൂബും പോഡ്കാസ്റ്റും. ഇത് വെച്ച് മാത്രം നിങ്ങൾക്ക് പല കാര്യങ്ങളും പഠിച്ചിട്ട് സ്കില്ല് ഡെവലപ്പ് ചെയ്തിട്ട് നല്ലൊരു വരുമാനം, നല്ലൊരു ജീവിതം നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഞാൻ പറഞ്ഞു, ഇന്ത്യൻ്റെ ഒരു അവസ്ഥ പ്രകാരം 90% ആൾക്കാരും ജീവിക്കുന്നത് 10,000 രൂപയോ അതിൽ താഴെയോ വെച്ചിട്ടാണ്. അതാണ് അവരുടെ മന്ത്ലി ഏർണിംഗ് എന്നുള്ളത്. ആ ഒരു 10,000 രൂപ വെച്ചിട്ട് എങ്ങനെ നമുക്ക് ഒരു മാസം ജീവിക്കാം, നമ്മുടെ ലൈഫ് സ്റ്റൈൽ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ജീവിക്കാം എന്നുള്ളത് ഒന്ന് ചിന്തിച്ച് നോക്കുക. വാട്ട്സ് റോങ്? ഇവിടെ എന്താണ്, വിദ്യാഭ്യാസം ഇല്ലാത്തതാണോ? ഒരിക്കലുമില്ല. ഒരുപാട് ആൾക്കാർ വിദ്യാഭ്യാസം, ലൈക്ക് കോളേജിൽ പോകുന്നുണ്ട്, സ്കൂളിൽ പോകുന്നുണ്ട്, എല്ലാം നടക്കുന്നുണ്ട്. ഇറ്റ്സ് ദ റൂട്ടീൻ. ബട്ട് വാട്ട്സ് റോങ്? ഇവിടെ there is we don't know, we are dependent on others to create employment. നമ്മുടെ റിച്ച് ഡാഡ് പുവർ ഡാഡ് എഴുതിയിട്ടുള്ള മൂപ്പര് ഓഥർ പറയുന്നുണ്ട്, അതായത് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇറ്റ്സ് മേക്കിംഗ് അസ് എംപ്ലോയീസ്, റൈറ്റ്? നമ്മൾ ഓരോരുത്തരും സ്ലേവ് ആക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ലൈഫിൽ ഒരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ജോബ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ഏർണിംഗ് സോഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആർക്കും അറിയില്ല, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാൻ പോലും നമ്മൾ ആരെയും പഠിപ്പിച്ചിട്ടില്ല. കാരണം എന്താ? ദ എഡ്യൂക്കേഷൻ സിസ്റ്റം വാട്ട് വി ഹാവ് ഈസ് ലൈക്ക് ദാറ്റ്. നമ്മൾ ഓരോരുത്തരെയും നല്ലൊരു എംപ്ലോയി ആയിട്ട് മാത്രം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് നമുക്ക് പഠിച്ചൊക്കെ ഇറങ്ങിയിട്ട് നമുക്ക് ഒരു കഴിവുണ്ടെങ്കിൽ, നമുക്കൊരു അറിവുണ്ടെങ്കിൽ അത് നമുക്ക് മോണിറ്റൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഒരു കാര്യം നമുക്ക് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആർക്കും അറിയില്ല. ആരെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിനാൽ നമ്മളത് പോകും, മേ ബി അവിടെയും കുറേ കഷ്ടപ്പെടും, അവിടുന്ന് കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കും. ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം ഡെവലപ്പ് എന്ന് വെച്ചിട്ടുണ്ടല്ലോ, നമ്മൾ കോളേജൊക്കെ കഴിഞ്ഞിട്ട് ഏതെങ്കിലും ചിലപ്പോൾ ലെറ്റ്സേ ഒരു കമ്പനിയിൽ കയറി പറ്റി, അവിടെയാണ് നമ്മൾ വീണ്ടും പഠിച്ചു തുടങ്ങുന്നത്. നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ വിദ്യാഭ്യാസം തുടങ്ങുന്നത് അവിടെയാണ്. 12, 14, 15 വർഷങ്ങൾ നമ്മൾ സ്കൂളിലും കോളേജിലും പോയതൊക്കെ വേസ്റ്റാണ് സത്യം പറഞ്ഞാൽ. ഏതെങ്കിലും ഒരു കമ്പനിയിൽ ലെറ്റ്സേ ഒരു ഇന്റേൺഷിപ്പ് കിട്ടുകയാണെങ്കിൽ അവിടെ പോയിട്ട് ഒരു കാര്യം ചെയ്യുമ്പോഴാണ് നമ്മൾ വിദ്യാഭ്യാസം തുടങ്ങുന്നത്, അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ ചേരുമ്പോഴാണ് നമ്മൾ ഇന്ന കാര്യങ്ങളാണ് നമുക്ക് വേണ്ടെന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകുന്നത്. ഇതാണ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് ഫ്ലോ എന്നുള്ളത്. ഒരു എഞ്ചിനീയറോട്, അല്ലെങ്കിൽ ഒരു ഡോക്ടറോട്, അല്ലെങ്കിൽ ഒരു MBA ഗ്രാജുവേറ്റിനോട് നിങ്ങൾ ചോദിച്ചു നോക്കുക, നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ചിറങ്ങുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ജോലി ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ജോലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നിങ്ങൾക്ക് അറിയാമെന്നുള്ളത് ഇല്ല. 90% 95% ഓഫ് ആൾക്കാരും പറയും ഒരിക്കലും ഇല്ല എന്നുള്ളത്. ഇത് കംപ്ലീറ്റ്ലി സ്റ്റുഡൻസിനെ ബ്ലെയിം ചെയ്യാൻ, ലൈക്ക് ടീച്ചേഴ്സിനെ ബ്ലെയിം ചെയ്യാൻ പറ്റുമോ? അതും പറയാൻ പറ്റില്ല. വി ഓൾസോ ഹാവ് എ പാർട്ട് ടു പ്ലേ, ബട്ട് വി ഡോണ്ട് ഡു ദാറ്റ്. നമുക്ക് ആർക്കും അത് അറിയില്ല, എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരിക്കലും അറിയില്ല. എല്ലാവരും അറിയുന്നത് ഒരു കമ്പനി പോകുമ്പോൾ കമ്പനിയിൽ വീണ്ടും അഗൈൻ ദർ ഇസ് എ ട്രെയിനിങ് ഫേസ് അല്ലേ, അത് കഴിഞ്ഞിട്ട് ഒരു പണി പഠിപ്പിച്ചിട്ടാണ് പലരെയും പണിയിലേക്ക് എടുക്കുന്നത്. ദാറ്റ് ഇസ് where the education starts. That is where the real education starts. കാരണം അവിടെ എന്താ, ദാറ്റ്സ് ഓൾ അബൌട്ട് പ്രാക്ടിക്കൽ എഡ്യൂക്കേഷൻ, ലൈവ് തിങ്. ഓക്കെ, ഇന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, കോഡിങ് ഇങ്ങനെയാണ്, ഇന്ന് മെട്രിക്സ് ആണ്, ഇന്ന് വേസ് ഉണ്ട്, ഇവിടുന്ന് പഠിക്കാം. ആൻഡ് ആസ് എ കോഡർ ഇഫ് യു ജസ്റ്റ് ഗോ, നമ്മളെ ആക്ച്വലി ഉണ്ടല്ലോ ഒരു ട്രെയിനിങ് ഫേസിൽ ചെയ്യുന്ന അവിടെ എന്താ വെച്ചിട്ടുണ്ടല്ലോ, നമുക്കൊരു പ്രോബ്ലം തരും, എന്നിട്ട് നമ്മളോട് തന്നെ ചെയ്യാൻ വേണ്ടി പറയാണ്. ഇൻ്റർനെറ്റിൽ നിന്ന് നമ്മൾ കാര്യങ്ങൾ റെഫർ ചെയ്തിട്ട് ആ കോഡ് എടുത്തിട്ട് നമ്മൾ ചിന്തിച്ചാണ് ചെയ്യേണ്ടത്. ആ കാര്യങ്ങൾ ഓൾറെഡി അവിടെ ഉണ്ട്, നമ്മൾ ആരും അവിടെ എത്തിച്ചേരുന്നില്ല, പഠിക്കുന്നില്ല, ട്രൈ ചെയ്യുന്നില്ല എന്നുള്ള ഒരൊറ്റ പ്രശ്നമുള്ളൂ. അതാരും പറഞ്ഞു തരുന്നില്ല, ഒരൊറ്റ പ്രശ്നമുള്ളൂ. ഒരുപാട് സോഴ്സസ് നമുക്ക് ചുറ്റുമുണ്ട്. നമ്മൾ വേണമെന്ന് വെച്ചാൽ സ്കൂളിലോ കോളേജിലോ ഒന്നും പോകാൻ തന്നെ, ആസ് ഐ സെഡ്, യു ക്യാൻ ഏൺ എ ലോട്ട്. ദാറ്റ് ഈസ് വെയർ വി ആർ റൈറ്റ് നൗ. സോ ദാറ്റ് ഈസ് ദ തിങ്. ഓക്കെ, സോ ആസ് ഐ സെഡ്, സ്കൂൾസും കോളേജസും ഒക്കെ ബാൻ ചെയ്യണം until and unless it is creating individuals who are qualified to create future for themselves. ഞാൻ ഇന്നാൾ കേട്ടിട്ടുള്ളൊരു പോഡ്കാസ്റ്റിൽ പറയുന്നുണ്ട്, ലൈക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഒരു ജോലി തേടി പോയപ്പം അവിടെ നിന്ന് പറയുന്നുണ്ട്, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു ഷുഡ് ബി ഹാവിങ് സംതിങ് ദാറ്റ് യു ക്യാൻ ക്രിയേറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് യു ക്യാൻ റിലൈ ഓൺ യുവർ സെൽഫ്. അതായത് ജോലി കാര്യങ്ങളൊക്കെ അൺഎംപ്ലോയ്മെൻ്റ് ഒക്കെ റേറ്റ് കൂടിക്കൊണ്ട് വരികയാണ്. സോ എന്തെങ്കിലും നിങ്ങൾക്ക് തന്നെ സ്വന്തം നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ, ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ, ദാറ്റ് കുഡ് ബി ബെസ്റ്റ് ഫോർ യു എന്നുള്ളത്. ഇറ്റ്സ് വെരി ട്രൂ. ഇന്നത്തെ കാലത്ത് ജസ്റ്റ് ഒരു പീസ് ഓഫ് പേപ്പർ കാരണം ഒരിക്കലും ഒരു ജോലി കിട്ടുന്നത് ഐ ഡോണ്ട് തിങ്ക് സോ. ബിൽഡ് സ്കിൽസ്. ഇനി വേറൊരു കാര്യം കൂടെ പറയാം. നമ്മുടെയൊക്കെ വളരെ മുതിർന്ന ആൾക്കാർ, സ്കൂളിലൊന്നും പോകാത്ത ആൾക്കാരായിരിക്കും, ചില വീട്ടിലിരിക്കുന്ന ആൾക്കാരായിരിക്കും, അവർക്കും ഇന്നും വിദ്യാഭ്യാസത്തിൻ്റെ ഒരു കുറവ് കാരണമുള്ള ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് തിങ്സ് ആണ് അഗെയിൻ, ലൈക്ക് വൺ ഓഫ് ദ വേഴ്സ്റ്റ് തിങ്സ് ആണ് അഗെയിൻ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ ഇന്നും ഒരു കാര്യം അവർക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ പല ആഗ്രഹങ്ങളും പല രീതിയിലുള്ള മനസ്സിൽ വെച്ച് നടക്കുന്ന ആൾക്കാരായിരിക്കും പലരും. പക്ഷെ അവർക്ക് അത് ചെയ്യാൻ വേണ്ടിയിട്ട് ധൈര്യമില്ല. കാരണം എന്താ, തോറ്റുപോയാലോ, അല്ലെങ്കിൽ അത് എവിടുന്ന് പഠിക്കും, അല്ലെങ്കിൽ ആൾക്കാരെന്ത് പറയും, ഈ പ്രായത്തിൽ എനിക്ക് പഠിക്കാൻ പറ്റുമോ, ആ രീതിയിലാണ്. വി ആർ നോട്ട് ലൈഫ് ലോങ് ലേണേഴ്സ്. നമ്മൾ ഈ ലേണിംഗ് എന്നുള്ള പ്രോസസ്സ് നമ്മളൊരിക്കലും ആരും പഠിപ്പിച്ചിട്ടില്ല, നമ്മളോട് അതിനോട് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കെപ്പോഴും എന്ത് കാര്യങ്ങളും ഇന്നത്തേക്കാണ്, നാളത്തേക്കല്ല.
നമ്മൾ വെറും പഠിക്കുന്നത് ഇന്നത്തെ ഒരു എക്സാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നാളത്തെ നമ്മുടെ ജോലിയിൽ ഹെൽപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ നാളത്തെ നമ്മുടെ ഫ്യൂച്ചർ ബെറ്റർ ആക്കാനോ ഒന്നുമല്ല. വി ആർ നോട്ട് ബിൽഡിംഗ് സ്കിൽസ്, വി ആർ നോട്ട് ബിൽഡിംഗ് നോളജ്, വി ആർ ജസ്റ്റ് മഗ്ഗിങ് അപ്പ് ദ നോളജ്, വി ആർ ജസ്റ്റ് മഗ്ഗിങ് അപ്പ് ദ ടെക്സ്റ്റ് ബുക്സ്. ദാറ്റ്സ് റോങ്. സോ this is what it is. So ഇതുവരെ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ you know that I have told this episode is a sponsored episode. So ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ടേക്കിംഗ് ഓഡിയോ ആണ്. ടേക്കിംഗ് ഓഡിയോ എന്ന് വെച്ചാൽ they create podcast for brands and organizations and educational institutions, അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോഡ്കാസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും. they create the podcast, they do the processing, they produce the podcast, you just have to reach out to them. So ഞാൻ അവിടെ ലിങ്ക് അല്ലെങ്കിൽ അവിടെ ഇമെയിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. you can reach out to them. So again, you might be thinking how the podcast would എങ്ങനെ എഡ്യൂക്കേഷന് വേണ്ടി യൂസ് ചെയ്യാന്നുള്ളത്. There are a lot of like taking audio is working with a lot of people, lot of educational institutes who are actually implementing podcasts or using podcasts to teach children. So you can do that, you can reach out to them. So this is all what I've got. ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് റിലേറ്റബിൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ, എന്തെങ്കിലും ഒരു കാര്യത്തിൽ സത്യം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ ഇതുപോലെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ please share it to someone. And also one more thing you have to do, because I think this is the need of the hour. എന്താണെന്ന് വെച്ചാൽ you have to share your experience. Okay, if possible ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ വാട്സാപ്പിലോ എവിടെയെങ്കിലും നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യങ്ങൾ നിങ്ങൾക്ക് അത് അവിടെ പുറത്ത് കൊണ്ടുവരാൻ പറ്റുകയാണ്, നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുകയാണെങ്കിൽ ദാറ്റ് കുഡ് ക്രിയേറ്റ് മോർ ഇമ്പാക്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മളെ വേണ്ടപ്പെട്ടവരെ നമ്മുടെ അടുത്ത് കേൾക്കുമ്പോഴാണ് പല കാര്യങ്ങളും ശരിക്കും പറഞ്ഞാൽ ശ്രദ്ധിക്കുക. ഇത് ഇവനെയും ബാധിക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ ബാധിച്ചിട്ടുണ്ടല്ലോ എന്നുള്ളൊരു കാര്യം ചിന്തിക്കുമ്പോഴാണ് അവിടെ ബാധിക്കുക. സോ ഇറ്റ്സ് ഓൾവേസ് അബൌട്ട് ദാറ്റ്. സോ ഫ്രാങ്ക്ലി സ്പീക്കിംഗ്, ഐ എം സിറ്റിംഗ് ഹിയർ ആൻഡ് റിഗ്രറ്റ് ഉണ്ടോ എന്ന് വെച്ചാൽ ഐ വുഡ് സേ നോ, ബട്ട് സ്റ്റിൽ ഉള്ളിനുള്ളിൽ എവിടെയൊക്കെ ഒരു വിഷമമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞാൻ 4 വർഷം എഞ്ചിനീയറിംഗ് കോളേജിൽ പോയി ആ കാര്യം ചെയ്തിട്ട് ഞാൻ ഒരു തീരുമാനം എടുത്താണ് ഞാൻ ഒരിക്കലും ആ പണിക്ക് പോയില്ല എന്ന്. കാരണം എന്ന് വെച്ചാൽ ഐ ഡിഡ്ന്റ് ലേൺ എനിത്തിങ്, ഐ ജസ്റ്റ് graduated and I switched my career. I went on to teaching and there I'm happy. ആ ഒരു കാര്യം ചെറുപ്പത്തിൽ എനിക്ക് അറിയായിരുന്നു, I wanted to be a teacher എന്നുള്ളത്. But I did some mistake and എന്താ പറയുക, ആ ഒരു സമയത്ത് I don't know, I did that thing and that turned out to be that thing. So don't regret, but there is something that you can learn from everything. And if you're a college student or a student, again കൂടുതൽ എപ്പിസോഡ്സ് വരുന്നതായിരിക്കും. So share it with someone and make a difference. If you're listening on Spotify or Apple Podcast, just give a rating there. കൂടുതൽ പേരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. So thank you so much everyone for listening. വലിയ ലെങ്തി എപ്പിസോഡ് ആയെന്ന് എനിക്കറിയാം. I'm really sorry for that because it was such a big important topic. മലയാളി പറക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്താണ്. Thank you so much for watching.